ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഒരു അടിപൊളി എപ്പിസോഡാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ ആയിട്ട് ഇനി തുടർന്ന് അങ്ങോട്ട് വരാൻ പോകുന്നത്. അതായത് നമ്മുടെ ബാലചന്ദ്രൻ അലീന ആരാണ് എന്നുള്ള സത്യം, ആ വലിയ രഹസ്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. വൈജയന്തിയുടെ സ്വന്തം മകളാണ്. വിവാഹത്തിന് മുൻപ് വൈജയ്ക്ക് ജനിച്ച മകളാണ് അലീന എന്നുള്ള ആ മഹാസത്യം ബാലചന്ദ്രൻ മനസ്സിലാക്കുന്ന എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അങ്ങനെ വൈജയന്തി രോഹിത്തിനെ ഒരുപാട് തല്ലുകയും അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുകയും അവനെക്കുറിച്ച് ഓർത്ത് കൂടുതൽ ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിന്നെ ഞാൻ ഇതിനാണല്ലോ വളർത്തിക്കൊണ്ടുവന്നത് എന്നൊക്കെ അങ്ങനെ കരഞ്ഞ് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അലീനയോട് ഇവിടെ നിന്ന് പോവാനാണ് ആവശ്യപ്പെടുന്നത്. നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബം മൊത്തം ഇങ്ങനെ നശിച്ചു പോയത്. ഞാൻ അന്നേ ഇതിനൊക്കെ എതിര് നിന്നത്, നിന്നെ ഇവിടെ ജോലിക്ക് നിർത്താൻ എതിര് നിന്നതിൻ്റെ കാരണം തന്നെ ഇത് തന്നെയായിരുന്നു. ആൺപിള്ളേരുള്ള വീട്ടിൽ നിന്നെ നിർത്താൻ കൊള്ളത്തില്ല എന്ന് പറയണം, അവർ വഴി തെറ്റിപ്പോകും എന്ന് പറയുമ്പോൾ അലീന അതിനെ എതിർക്കുന്നുണ്ട്. ആൺമക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് മാഡം മറന്നുപോയി. പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ മാന്യമായി സംസാരിക്കണം, മാന്യമായി പെരുമാറണം എന്നുള്ളത് മാഡം പഠിപ്പിക്കാൻ മറന്നുപോയി. അങ്ങനെ പഠിപ്പിച്ചായിരുന്നു മക്കളെ വളർത്തേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഇനി എന്താണെങ്കിലും നിന്നെ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ സ്വഭാവം അത്രയ്ക്ക് മോശമൊന്നുമില്ല, അതുകൊണ്ടല്ലേ അവർ നിന്റെ അടുത്തേക്ക് അങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവളോട് വഴക്കുണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് വൈജയന്തി. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഇപ്പോഴും മാഡം എന്നെ മാത്രമാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറ്റ് സംഭവിച്ചത് മാഡത്തിൻ്റെ മകൻ്റെ ഭാഗത്തായിട്ട് കൂടി മാഡം എന്നെയാണ് പഴി പറയുന്നത്. ആ ഒരു രീതി മാഡം മാറ്റണം. നമ്മൾ മറ്റുള്ളവരുടെ മേൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചുമത്തുമ്പോഴും അതുപോലെ മറ്റുള്ളവരെ ശിക്ഷിക്കുമ്പോഴും നമ്മളൊരു കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പാസ്റ്റിൽ, നമ്മുടെ കഴിഞ്ഞ കാലത്ത് മാഡം എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അലീന പറഞ്ഞിട്ട് പോകണം. അത് കേട്ടതും വൈജയന്തി ആകെ ഷോക്കായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായിരിക്കും അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നോർത്തിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് എന്താണെങ്കിലും അലീനെ പറഞ്ഞയക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ വൈജി എത്തുകയും ബാലചന്ദ്രനോട് ഇക്കാര്യം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നോക്കട്ടെ, ഒരു 2 ദിവസം കൂടി താൻ എന്തായാലും ഒന്ന് ക്ഷമിക്കുക, എന്തായാലും നമുക്ക് അവളെ പറഞ്ഞയക്കാം, നമുക്കൊരു വേലക്കാരിയെ കിട്ടണമല്ലോ, അത്രയും നാൾ നമുക്ക് ക്ഷമിച്ചല്ലേ പറ്റുള്ളൂ എന്ന് വൈജിയോട് ബാലചന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയോട് അലീന ചെന്ന് പറയുന്നുണ്ട്, മാഡം എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനാണ് തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ, നിന്നെ തീരുമാനിക്കുകയാണോ വേണ്ടത്? ആ 2 എണ്ണത്തിനെയും നല്ല പെട കൊടുത്ത് നല്ല തല്ല് കൊടുത്ത് അവരെ ഇവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കല്ലേ വേണ്ടത്. ഇനി ആ ഹരിയെ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അതൊന്നും നടക്കില്ല മുത്തശ്ശി. കാരണം അവരൊക്കെ മാഡത്തിൻ്റെ മക്കളാണ്, ഒന്ന് മകനും ഒന്ന് സഹോദരൻ്റെ മകനുമാണ്. അത് തുറന്ന് പറയുകയും ചെയ്തു. അവരെ എന്താണെങ്കിലും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒഴിവാക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നോട് പൊക്കോളൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ മിക്കവാറും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുമെന്ന് അലീന പറയണം. ആ സമയത്ത് മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ രോഹിത്ത് ഹരിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ. കാരണം രോഹിത്ത് ഹരിക്ക് ഇങ്ങനെ തല്ല് കിട്ടിയ സമയത്ത് ഹരി വിളിച്ച് രോഹിത്തിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താണെങ്കിലും രോഹിത്ത് ഹരി എല്ലാ കാര്യങ്ങളും അറിയിക്കുകയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല അല്ലേ എന്ന് പറയുമ്പോൾ, മിക്കവാറും നിനക്ക് ഇനി വരാൻ പറ്റത്തില്ല, ഇനി നീ വരാതിരിക്കുന്നതാണ് നല്ലത്, എനിക്ക് നിനക്കൊക്കെ നല്ലത് എന്ന് പറയണം. ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ, എന്നാലും അവൾ പറഞ്ഞു കൊടുത്തല്ലോ എല്ലാവരുടെ അടുത്തും എന്ന് പറയണം. അച്ഛൻ പക്ഷേ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൾ പറഞ്ഞിട്ടല്ല എന്ന് രോഹിത്ത് പറയുമ്പോൾ, അവൾ പറഞ്ഞത് തന്നെയായിരിക്കും എന്ന് പറയാണ് ഹരിയും, അല്ലെങ്കിൽ മനുവേട്ടൻ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഹരി പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത്, പിറ്റേ ദിവസം രാവിലെ ബബിതയും കൃഷ്ണയും ഒക്കെ സ്കൂളിലേക്ക് പോകാനൊക്കെ റെഡി വരികയാണ്. അതേപോലെ രോഹിത്തും ഇറങ്ങി വരുന്നുണ്ട്. രോഹിത്താണെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ല് കാരണം ആരെയും ഫേസ് ചെയ്യാതെ പോവുകയാണ്. ആകെ അപമാനിതനായിട്ടാണ് പോകുന്നത്. ആരെയും ഫേസ് ചെയ്യുന്നില്ല, വൈജയും ഫേസ് ചെയ്യുന്നില്ല, ബാലചന്ദ്രനെ ഒന്നും ഫേസ് ചെയ്യുന്നില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നില്ല, രോഹിത്ത് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി എന്ന് പറയുമ്പോൾ, ഒന്ന് നോക്കിയിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇന്നലെ തല്ലിയതിൻ്റെ ദേഷ്യമാണ് എന്ന് പറയണം. ആ സമയത്ത് വൈജു ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, രോഹിത് ഏട്ടനെ തല്ലിയോ, എന്തിനാ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒരു തല്ല് അവന് ആവശ്യമായിരുന്നു, അത് അമ്മ തന്നെ കൊടുത്തപ്പോൾ അവന് സമാധാനമായി എന്ന് പറയാണ് ബാലചന്ദ്രൻ. എന്നാലും എന്തിനാ തല്ലിയതെന്ന് പറയുന്നില്ല. അങ്ങനെ വൈജയും മക്കളൊക്കെ പോകുന്നുണ്ട്. ബാലചന്ദ്രനും പിന്നെ പോവുകയാണ്. അതിനുശേഷം വീണ്ടും അലീന രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിയിക്കുകയാണ്. രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഞാൻ മാഡത്തോട് ഇങ്ങനെ സംസാരിച്ചു, മാഡം പോയി രോഹിത്തിനെ ഒരുപാട് തല്ലി എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ എന്നിട്ടും എന്നോട് ഇവിടെ നിന്ന് പോവാനാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അതെന്താ ചേച്ചി, എന്തൊരു സ്ത്രീയാണ് അവർ, എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല മോളെ, എന്താണെങ്കിലും രോഹിത് അവരുടെ മകനല്ലേ, അവരെ സംരക്ഷിക്കാനല്ലേ മാഡം നോക്കുള്ളൂ
എന്ന് അലീന പറയുമ്പോൾ ചേച്ചി അവരുടെ മകളല്ലേ, അപ്പോൾ ചേച്ചിയും കൂടി സംരക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയല്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും മാഡത്തിന് അറിയില്ലല്ലോ, അതൊന്നും എൻ്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ മോളെ എന്ന് പറയണം. എന്നാലേ ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് പറ, 22 വർഷം മുമ്പ് അമ്മ പെറ്റ് തള്ളിയ മകളാണ് ഞാൻ, അമ്മ എന്നെ ഒഴിവാക്കി കളഞ്ഞതല്ലേ എന്നൊക്കെ പറ എന്ന് പറയാണ് നമ്മുടെ രേവതിക്കുട്ടി. അമ്മയെ കാണാനും അമ്മയോടൊപ്പം താമസിക്കാനും ഒക്കെ ആഗ്രഹിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് ഇവിടെ നിന്ന് എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് വെട്ടി തുറന്നങ്ങോട്ട് പറ ചേച്ചി എന്ന് പറയാം കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് മോളെ നീ ഇങ്ങനെ പതുക്കെ പറ, നീ പറയുമ്പോൾ അവിടെ ഗ്രേസമാൻ്റെയും മാമച്ചനങ്ങളൊക്കെ ഇല്ല, അവർ കേൾക്കില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവരൊന്നും കേൾക്കില്ല, ഇനിയിപ്പോൾ അവർ കേട്ടാലും കുഴപ്പമൊന്നുമില്ല, അവരല്ലേ അറിയുന്നത് എന്ന് പറയാട്ടോ. എന്താണെങ്കിലും ഇന്നലെ ഫോണിൽ വിളിച്ച സമയത്ത് ഗ്രേസമ്മയാണി എന്നോട് ചോദിച്ചു, അപ്പോൾ ഞാൻ രോഹിത്തും ഹരി ഉപദ്രവിച്ച കാര്യം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. ഗ്രേസമ്മയാൻറ്റിക്കും ഭയങ്കര ദേഷ്യം വന്നു, എന്തിനാണ് അലീന അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. എന്തിനാ മോളെ നീ അവരോടൊക്കെ പറയാൻ പോയത്, ഇനി ഇക്കാര്യമൊന്നും നീ പറയല്ലേ കേട്ടോ എന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി ഞാൻ പറയുന്നില്ല, ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചിയുടെ അമ്മയോട് വിളിച്ച് പറ, നിങ്ങൾ 22 വർഷം മുൻപ് പെറ്റ് തള്ളിയ നിങ്ങളുടെ കാമുകനുമൊത്ത് ഉല്ലസിച്ച് അതിൽ നിന്നുണ്ടായ മകളാണ് ഞാൻ എന്ന് പറ, അമ്മയെ കാണാനും കൂടെ ജീവിക്കാനും താമസിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറ എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി. എൻ്റെ പൊന്നുമോളെ അങ്ങനെയൊന്നും പറയാൻ പറ്റിയ സാഹചര്യമല്ല, നമ്മുടെ ബ്രിജിത്ത മമ്മി പറഞ്ഞത് ഓർമ്മയില്ലേ, നമ്മൾ ഒരിക്കലും സത്യം പറയരുത് എന്നുള്ളത്. ഈ കുടുംബം ഞാനായിട്ട് തകർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഒരിക്കലും ആ സത്യം പറയാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശൻ എന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട്, മുത്തശ്ശനാണല്ലോ ബ്രിജിത്ത മമ്മിയുടെ അടുത്ത് ഏൽപ്പിച്ചു കൊടുത്തത്, മുത്തശ്ശനല്ലേ, മുത്തശ്ശൻ ആ ഒരു നല്ല മനസ്സ് കാണിച്ചു, ഇവിടെ തന്നെ ജോലി തരപ്പെടുത്തി തന്നു, മനുവേട്ടനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ജോലി കഴിഞ്ഞാൽ മനുവേട്ടൻ്റെ കണ്ണെത്തും ദൂരത്ത് എനിക്കൊരു ജോലി ശരിയാക്കി തരണമെന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കണേ. ഞാൻ ഇനി ഇവിടുത്തെ ജോലി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് പോവേണ്ടി വന്നാൽ മിക്കവാറും മനുവേട്ടൻ എനിക്ക് എവിടെയെങ്കിലും ജോലി ശരിയാക്കി തരും എന്ന് പറയാണ് അലീന. എന്നാലും ചേച്ചി എന്തൊരു സ്ത്രീയാണ് അവർ, സ്വന്തം ഭാഗത്ത് നിന്ന് ചിന്തിക്കാതെ, സ്വന്തമായിട്ട് സംഭവിച്ച തെറ്റുകൾ ഓർക്കാതെ, അവർക്കിതൊന്നും ഓർമ്മയില്ല, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അതൊക്കെ മനസ്സിൽ ഉണ്ടായിട്ടാണല്ലോ അവർ ചേച്ചി ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചേച്ചി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരത്രയ്ക്ക് നല്ല സ്ത്രീ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. എൻ്റെ മോളെ അത് അപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലല്ലോ, എന്താണ് അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ആഗ്രയിലൊക്കെ പോയി താമസിച്ചതല്ലേ, വല്ല ഹിന്ദിക്കാരനുമായിട്ട് വല്ല ഡിങ്കോൾഫിയും പ്രണയവും ഒക്കെ ഉണ്ടായി കാണും, കാര്യം കഴിഞ്ഞപ്പോൾ അവൻ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു കാണും, അത് തന്നെയാണ് സംഭവിച്ചത് എന്ന് പറയണ രേവതിക്കുട്ടിട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊന്നും പറയില്ല, എനിക്ക് കേട്ടിട്ട് സങ്കടം വരുന്നു, എനിക്ക് ആകെ വിഷമം വരുന്നു, അമ്മയുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചത് ഓർത്തിട്ട് എനിക്ക് വിഷമം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നത്, ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ചേച്ചിയുടെ അമ്മയാണെങ്കിലും അവരൊരു മനുഷ്യ സ്ത്രീ തന്നെയല്ലേ, എന്നിട്ടും എങ്ങനെയാണ് മറ്റുള്ളവരോട് ഒരു മാനുഷിക പരിഗണന വെച്ചിട്ടാണോ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്, അല്ലല്ലോ എന്നൊക്കെ പറയണം. എന്നാലും എന്തൊക്കെയോ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് മോളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, എന്തോ ഒരു ട്രാജഡി നടന്നിട്ടുണ്ട്, അത് അങ്ങനെയാണ് ചിലപ്പോൾ അമ്മയുടെ സ്വഭാവമൊക്കെ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും വളരെ കറക്റ്റായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ആഗ്രയിലെ കാര്യങ്ങളൊക്കെ എനിക്ക് എന്താണ് അറിയാവുന്നത്, ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത് എന്നൊക്കെ ഉള്ളത് മുത്തശ്ശിയോട് ചെന്ന് ചോദിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് അപ്പോൾ പേടിയൊക്കെ ഉണ്ട് എന്ന് പറയണം. ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് ചുമ്മാ തടി തപ്പി, എനിക്കൊന്നും അറിയത്തില്ല എന്ന്, പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞു സ്വന്തം കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വേണം മറ്റുള്ളവരെ പഴി പറയാനായിട്ട്. നമ്മൾ പാസ്റ്റിൽ, നമ്മുടെ ഭൂതകാലത്ത്, നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് വേണം മറ്റുള്ളവരെ ശിക്ഷിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അമ്മയുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ എനിക്ക് അറിയാമെന്നും എന്തൊക്കെയോ സംശയങ്ങളൊക്കെ അമ്മയുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, രാവിലെ പോകുമ്പോഴൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയാണ് രേവതിക്കുട്ടിയോട് അലീന. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഭാഗമാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ബാലചന്ദ്രൻ വരുമ്പോൾ അലീന ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അലീനയോട് ഫുഡൊക്കെ റെഡി ആണോ എന്ന് ചോദിക്കുമ്പോൾ മാഡം ഒരു ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്, ബാക്കി ഞാനും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ നീ പോയി ഫുഡ് വിളമ്പ്, ഞാൻ അമ്മയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് ബാലചന്ദ്രൻ ചെല്ലുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുത്തശ്ശിയുടെ മൊബൈൽ ഫോൺ എടുക്കണം, അതിൽ നിന്ന് കോൾ റെക്കോർഡിങ്സ് ഇനി എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് അതൊക്കെ ഒന്ന് കാണുകയും ചെയ്യണം, അതിൽ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അമ്മ ഭക്ഷണം കഴിച്ചോ ചോദിക്കുമ്പോൾ ഇല്ല, സമയമാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയണം. ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നുള്ള രോഗവിവരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ ബാല നീ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുകയാണ്. അലീനയുടെ കാര്യം തന്നെയാണ് അമ്മേ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയണം. എന്താ ആ കൊച്ചിന് സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ബാലചന്ദ്രനോട് മുത്തശ്ശിയിട്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നത് അമ്മയോട് അലീന ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ കുറച്ചൊക്കെ പറഞ്ഞു എന്ന് പറയാണ്.
അത്രയൊക്കെ ഞാനും അറിഞ്ഞു. പക്ഷെ നീ എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ മറ്റൊരു വഴിയിലൂടെയാണ് അറിഞ്ഞത് എന്ന് പറയണം. നമ്മുടെ മക്കളൊക്കെ എങ്ങോട്ടാണ് അമ്മേ പോകുന്നത്? എന്തൊരു ക്രൂരതയാണ് രോഹിത്തും ഹരിയും കൂടെ അലീനയോട് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് മുത്തശ്ശിയോട് സംസാരിക്കുന്നത്. മുത്തശ്ശിയോടുള്ള ദേഷ്യമല്ല, രോഹിത്തിനോടും ഹരിയോടുള്ള. ഇന്നലെ രോഹിത്തിനെ ഇട്ട് വൈജ ഒരുപാട് തല്ലി, അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു എന്ന് പറയണം. വൈജയോടും അവൾ പറഞ്ഞു. അത് കാരണം അത് ആണ് ചോദിക്കാനായിട്ട് ചെന്നത് വൈജ എന്ന് പറയണം. അതേതായാലും നന്നായി. ഒന്ന് ആലോചിച്ച് നോക്കിയ ബാല, അവളെങ്ങാനും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? നിനക്കും വൈജയ്ക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ബബിതയ്ക്കും കൃഷ്ണയ്ക്കും സ്കൂളിലും കോളേജിലൊക്കെ പോകാൻ പറ്റുമോ? എല്ലാവരും അവരെ ഏത് കണ്ണിലൂടെയായിരിക്കും കാണുക? മനുവിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഈ മക്കളുടെ പോക്കൊക്കെ എങ്ങോട്ടാ എന്തൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയണം. എന്നാലും അവളായതുകൊണ്ടല്ലേ ഇത് ആരോടും പറയാഞ്ഞത്? അവൾക്ക് എന്ത് കാര്യമുണ്ട് അവരെ സംരക്ഷിക്കേണ്ടത്, നിങ്ങളെ സംരക്ഷിക്കേണ്ടത്? അതും വൈജയുടെ ആ വാക്കും ചീത്തയും മുഴുവൻ കേട്ടിട്ട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് നിന്ന് അവൾ ആ പോലീസിലൊന്നും കേസ് കൊടുത്തില്ല. എന്നിട്ടും അവളോട് എന്തൊരു ക്രൂരമായിട്ടാണ് വൈജ പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് മുത്തശ്ശി. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അമ്മയുടെ മോളുടെ കാര്യമല്ലേ, അങ്ങനെയൊക്കെയല്ലേ വരുള്ളൂ. അവൾക്ക് ആരോടെങ്കിലും ഒരു സെൻറ്റിമെൻറ്റ്സോ എന്തെങ്കിലും ഉണ്ടോ? പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ വൈജ? എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നാണ് അമ്മ എന്ന് പറയുമ്പോൾ. പണ്ടൊന്നും ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് ഇങ്ങനെയൊക്കെ സ്വഭാവം മാറിയത് എന്ന് പറയാണ് മുത്തശ്ശിട്ടോ. അപ്പോൾ അത് എപ്പോൾ മുതലാണ് അമ്മ അവളുടെ സ്വഭാവം മാറി തുടങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു ആഗ്രയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പെട്ടെന്ന് നിർത്തുകയാണ്. ആഗ്രയിൽ പോയി വന്നതിന് ശേഷം. അപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? എനിക്കറിയത്തില്ല മോനെ, അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ എന്ന്. അവിടുത്തെ ജോലിയൊക്കെ നിർത്തിച്ച് പോകുന്നത് അവൾക്കൊട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ് മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശിയും കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുകയാണ് ബാലചന്ദ്രൻ്റെ അടുത്ത്. ആ സമയത്ത് മുത്തശ്ശിയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ഫോൺ എന്ത് ഞാൻ നേരത്തെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നല്ലോ, വീണ്ടും സൈലൻ്റ് ആയി പോയോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലല്ലോ മോനെ, ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ നോക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് മൊബൈലിൽ നിന്ന് ആ റെക്കോർഡിങ്സ് തൻ്റെ ഫോണിലേക്ക് അയക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോണിലേക്ക് അയച്ചിട്ട് തിരിച്ച് ഫോൺ കൊടുക്കുന്നുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്തത് കൊണ്ടായിരിക്കും കിട്ടാഞ്ഞത് എന്ന് പറഞ്ഞ് ഫോൺ തിരിച്ചു കൊടുക്കുകയാണ് ബാലചന്ദ്രൻ. എന്നാൽ ശരിയമ്മ, ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അലീന എല്ലാ ഭക്ഷണങ്ങളും റെഡിയാക്കി വെച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അലീനയോട് സംസാരിക്കാൻ, ഇവിടെ വന്നേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇനി എന്നോട് നീ ഒന്നും മറച്ചു വെക്കാൻ നിൽക്കണ്ട, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. നിനക്ക് എങ്ങനെയാണ് അപകടം പറ്റിയത് എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ ആകെ പകച്ചിങ്ങനെ നിൽക്കുകയാണ് അലീന. എന്താണെങ്കിലും നീ വലിയൊരു ഉപകാരമാണ് ഞങ്ങൾക്ക് ചെയ്തത്, അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ എന്ന് ഇങ്ങനെ പറയാണ് ബാലചന്ദ്രൻ. അയ്യോ സാർ, അങ്ങനെയൊന്നും പറയരുത്, ഞാൻ എൻ്റെ ഒരു കടമ ചെയ്തു. അവർ തെറ്റ് അവരുടെ ഭാഗത്താണ്, അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, അവർക്കറിയില്ലല്ലോ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് ഞാൻ ക്ഷമിച്ചു. ഞാൻ അവരെ പറ്റിയല്ല കൂടുതലും ചിന്തിച്ചത്, സാറിനെ പറ്റിയും മാഡത്തെ പറ്റിയും അതുപോലെ മനുവേട്ടനെ കുറിച്ചൊക്കെയാണ് ഞാൻ കൂടുതലും ചിന്തിച്ചത്. അതുകൊണ്ട് എനിക്ക് ഈ സത്യം പുറം ലോകം അറിയുന്നത് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് പറയാണ് അലീന. എന്താണെങ്കിലും നീ ചെയ്തത് വലിയൊരു കാര്യമാണ് മോളെ എന്ന് പറഞ്ഞിട്ട് അലീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാട്ടോ. സാറ് ഇങ്ങനെയൊന്നും സംസാരിക്കില്ലേ, എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെ എൻ്റെ മോളെ പോലെ തന്നെയാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അതിന് മറ്റ് പല അർത്ഥവും മറ്റ് പല കണ്ണുകളും ഒക്കെയാണ് മറ്റുള്ളവർക്ക്, പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ബബിതയും കൃഷ്ണയും എങ്ങനെയാണോ അതുപോലെയാണ് നീയും എന്ന് പറയാണ് ബാലചന്ദ്രൻ അലീനയോട്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മകൻ നിന്നോട് ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കണം മോളെ എന്ന് പറയുമ്പോൾ അലീന പൊട്ടിക്കറിയട്ടോ. അയ്യോ സാർ, ഇങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറഞ്ഞിട്ട് അലീന പൊട്ടിക്കറിയാണ്. എത്രയും വലിയ തെറ്റാണ് എൻ്റെ മകനും ഹരിയും കൂടി നിന്നോട് ചെയ്തത്. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത, പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് അവർ ചെയ്തത്. അതിനുള്ള ശിക്ഷ നീ ശരിക്കും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ 2 പേരുടെ ഭാവിയും ഇരുട്ടിലാകുമായിരുന്നു, ഈ കുടുംബം തന്നെ തകരുമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഈ കുടുംബത്തെ രക്ഷിക്കുകയും അവരുടെ ഭാവി നോക്കിയിട്ട് നീ അവരെ സേഫ് ആക്കുകയും ചെയ്തില്ലേ. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറഞ്ഞാലാണ്, എന്ത് നൽകിയാലാണ് മതിയാവുക എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രന് വളരെ ഇമോഷണൽ ആയിട്ടാണ് ചോദിക്കുന്നത്. അലീന പറയുന്നുണ്ട്, ഒന്നും വേണ്ട സാർ, ഇതെൻ്റെ കടമയാണ്, അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, അവരെ നേർവഴിയിലേക്ക് നടത്താൻ പറ്റും, എനിക്ക് പറ്റും, രോഹിത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയണം അലീന. അതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, എന്നാലും മോള് ക്ഷമിക്കണം, അവന് വേണ്ടിയിട്ട് ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയാണ് എന്ന് പറയുമ്പോൾ, അയ്യോ സാർ ഇങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് കാണുന്നത് സാറിന്. അച്ഛൻ ഒരിക്കലും ഒരു മകളോട് മാപ്പ് ചോദിക്കാൻ പാടില്ല, അച്ഛൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യത്തില്ല, അതുകൊണ്ട് അച്ഛൻ മാപ്പ് ചോദിക്കരുത്, എനിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് അലീന പറഞ്ഞ് പൊട്ടിക്കരയാണ് അലീന. അലീനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ച് അവളിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ബാലചന്ദ്രൻ.
അതിനുശേഷം ബാലചന്ദ്രൻ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, ഫുഡ് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് പോയിട്ട് ബാലചന്ദ്രൻ അവിടെ ഇങ്ങനെ ആ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അലീനയാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കണം. അലീന നോക്കുമ്പോൾ ബാലചന്ദ്രനും അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത്. പിന്നീട് കാണിക്കുന്നത് അലീന ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ബാലചന്ദ്രനാണെങ്കിൽ കയ്യും മുഖമൊക്കെ കഴുകിയതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സംസാരമൊന്നുമില്ല. അലീനയോടും കൂടെ ഇരുന്ന് കഴിക്കാൻ തന്നെ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ അലീനയും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അമ്മയ്ക്ക് കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ ശരി, നീ ഭക്ഷണം കഴിച്ചിട്ട് കൊടുത്താൽ മതി, നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അലീനയും കൂടെ ഇരുത്തിക്കൊണ്ട് ബാലചന്ദ്രനും അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. അതിനുശേഷം ബാലചന്ദ്രൻ റൂമിലേക്ക് പോവാണ്. അലീനയാണെങ്കിൽ ആ പാത്രങ്ങൾ എടുത്തു കൊണ്ടുപോയി കഴുകാനും കിച്ചണിലെ പണികളിലേക്കൊക്കെ ആയിട്ട് പോവുകയാണ്. അങ്ങനെ റൂമിലെത്തിയ ബാലചന്ദ്രൻ വാതിൽ അടച്ചതിന് ശേഷം ആ ഫോൺ എടുത്തിട്ട് അതിൽ റെക്കോർഡിങ്സ് ഇങ്ങനെ കേൾക്കട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയെ വിളിച്ചതാണ് കൂടുതലും അതിലുള്ളത്. കൂടുതലും അലീനയാണല്ലോ ഫോൺ യൂസ് ചെയ്യുന്നത്. അങ്ങനെ രേവതിക്കുട്ടിയെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആ റെക്കോർഡിങ്സ് കഴിഞ്ഞ ദിവസത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അമ്മയാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ, എൻ്റെ അമ്മ സുന്ദരിയാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ആകെ ഷോക്കായി പോവാണ്. പിന്നെ അടുത്ത വോയിസ് എടുക്കുമ്പോൾ തന്നെ കേൾക്കുന്നത് ഇങ്ങനെ എന്നോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞു എന്നൊക്കെ, മാഡം എന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അലീന പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ 22 വർഷം മുമ്പ് പെറ്റ് തള്ളി ഉപേക്ഷിച്ച് കളഞ്ഞ ആ മകളാണ് ഞാൻ എന്ന് ചേച്ചിക്ക് തുറന്ന് പറയാൻ പാടില്ലായിരുന്നോ എന്ന് കേട്ടതും ബാലചന്ദ്രൻ ഞെട്ടിത്തെറിച്ച് എഴുന്നേറ്റ് പോകട്ടോ. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കണം. എന്താ താനീ കേട്ടത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ വീണ്ടും ആ വോയിസാണ് കേൾക്കുന്നത്. നിങ്ങൾ കണ്ടവന്മാരുടെ കൂടെ നടന്നിട്ട് നിങ്ങൾ പെറ്റ് തള്ളി എന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതല്ലേ, ആ മകളാണ് 22 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങളെ കാണാനും നിങ്ങളുടെ കൂടെ ജീവിക്കാനും അമ്മയെന്ന് വിളിക്കാനും ഒക്കെ കൊതിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ചേച്ചിക്ക് വെട്ടി തുറന്നാണ്ട് പറയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നതും അലീന അതിന് മോളെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അമ്മയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നത് വല്ല ഹിന്ദിക്കാരനുമായിരിക്കും ചേച്ചിയുടെ അച്ഛൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുന്ന ബാലചന്ദ്രൻ കേട്ടത് വിശ്വസിക്കാനാവാതെ. വൈജയുടെ പാസ്റ്റ് അങ്ങനെ ബാലചന്ദ്രൻ്റെ മുന്നിൽ വെളിവായിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ മനസ്സിലേക്ക് ഇരിക്കുകയാണ്. പക്ഷേ ബാലചന്ദ്രൻ ഇതൊന്നും ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ സഹിക്കാനോ ക്ഷമിക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. ബാലചന്ദ്രനാണെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാതെ ആകെ ഷോക്കായിട്ട് ആകെ ദേഷ്യം ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. അവിടെയുള്ള ആ കസേരയൊക്കെ ടേബിളിനടുത്തുള്ള കസേരയൊക്കെ തട്ടി തെറിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഒരു സംഹാര താണ്ഡവം ആടുന്ന ആ ഒരു പ്രകൃതിയാണ് ബാലചന്ദ്രൻ്റെ ആ ഒരു ഇതിലുള്ളത്. അപ്പോൾ ആ ശബ്ദമൊക്കെ കേട്ടിട്ട് അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ റൂമിൽ സംഭവിച്ചതെന്ന് അറിയാതെ അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സാർ എന്ന് പറഞ്ഞിട്ട് ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ ഒന്ന് കൂളാവാൻ ശ്രമിക്കണം. പക്ഷേ ഈ കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് അതൊക്കെ ഓർത്തിട്ട് ഡോറ് തുറക്കാതെ ഇങ്ങനെ നിൽക്കണം. ആ സമയത്ത് അലീന വീണ്ടും ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. സാർ എന്ന് പറഞ്ഞിട്ട് മുട്ടുമ്പോൾ ബാലചന്ദ്രൻ വളരെ ദേഷ്യത്തോടെ എന്താ എന്ന് പറഞ്ഞിട്ട് ഡോറ് തുറക്കുന്നത് കേട്ടോ. അപ്പോൾ അലീന ആകെ ഷോക്കായി പോകണം. ഇത്രയും നേരം തന്നോട് സംസാരിച്ച ബാലചന്ദ്രൻ സാർ അല്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അലീന സാർ എന്ന് വിളിക്കുമ്പോൾ എന്താ അലീന എന്ന് ചോദിക്കുകയാണ്. ഒരു മയമില്ലാതെയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. എന്തായിരിക്കാം സാർ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ സാർ എന്താ ഇവിടെ ശബ്ദം കേട്ട് ഈ റൂമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കും, നീ എന്തിനാ വന്നേ? അല്ല ഞാൻ ആ ശബ്ദം കേട്ടോന്ന് വന്നതാ, ഞാൻ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്പോൾ കസേര ഒന്ന് തെന്നി വീഴാൻ പോയതാണ്. സാറിന് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല, നീ പൊക്കോ എന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ ആ സ്വഭാവത്തിലുള്ള മാറ്റം കണ്ടിട്ട് അലീനയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നുക കേട്ടോ. അങ്ങനെ അലീന പിന്നെ അവിടെ നിന്ന് സംശയിച്ച് നിന്ന് പിന്നെ റൂമിലേക്ക് തന്നെ പോകുന്നുണ്ട്. ബാലചന്ദ്രൻ ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് അവിടെ ഷോക്കായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന ഭാഗങ്ങൾ കേട്ടോ. ഒരു പക്ഷേ നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. പിന്നീട് ബാലചന്ദ്രൻ അലീനയോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അലീനയോട് ആദ്യം കുറച്ച് ദേഷ്യത്തിലായിരിക്കും. ദേഷ്യം മീൻസ് അലീന ഇത്രയും നാളും ഇങ്ങനെ ഒരു രഹസ്യം ഉള്ളിൽ വെച്ചോണ്ടല്ലേ ഇവിടെ നിന്നത് എന്നുള്ളത്, അത് വൈജയുടെ മകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഒരു ഷോക്കിലുള്ള ഒരു പരുക്കൻ വർത്താനായിരിക്കും. പക്ഷെ പിന്നീട് വളരെ സ്നേഹത്തോടു കൂടി ശരിക്കും ഒരു അച്ഛൻ മകൾ കോംബോ ആയിട്ട് തന്നെയാണ് നമ്മൾ ബാലചന്ദ്രനെ അലീനയും കാണുന്നത്. അലീനയുടെ സ്വന്തം ബാലച്ചനായിട്ടാണ് പിന്നീട് നമ്മുടെ ബാലചന്ദ്രൻ ആയി മാറുന്നത്. ശരിക്കും അച്ഛ എന്ന് വിളിക്കാൻ തന്നെ പറയുന്നുണ്ട്, ബാലച്ചൻ എന്ന് വിളിക്കാൻ തന്നെ പറയുന്നുണ്ട്. അത് ആര് കേട്ടാലും എനിക്കൊരു നാണക്കേടില്ല, നീ എന്നെ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി എന്ന് പറയണം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സീനുകളൊക്കെ ഉണ്ട് അലീനയോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊക്കെ, അതൊക്കെ നെക്സ്റ്റ് ഒരു സ്റ്റോറിയിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. നാളെ കഴിഞ്ഞും ഒക്കെ ആയിട്ട് സംഭവിക്കാൻ പോകുന്ന സ്റ്റോറിയാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അത് മാത്രമല്ല ബാലചന്ദ്രൻ ഇപ്പോൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞിനി അലീനയോട് ചോദിക്കുന്ന ഭാഗങ്ങളും അലീനയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഉടനെ തന്നെ ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറുകയും അലീനയെ വീട്ടിൽ നിന്ന് പുറത്താകേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുമ്പോൾ ബാലചന്ദ്രൻ തന്നെയാണ്
അലീനയുടെ അച്ഛനെ അന്വേഷിച്ച് കണ്ടെത്താനൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി മുൻപ് ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്കമിങ് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണുക, കേൾക്കുക. അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് സ്റ്റോറി ലൈൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അലീനയുടെയും മനുവിൻ്റെയും വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും ഒക്കെ ഒരു പുതിയ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.